സാർ യഥാർത്ഥത്തിൽ നമുക്കറിയാം പ്രൊഡ്യൂസർ വെള്ളം മുരളി അദ്ദേഹം ശരിക്കും വെള്ളത്തിലാണ് ശരിക്കും. അദ്ദേഹം വെള്ളത്തിലല്ല, അദ്ദേഹം ശരിക്കും തിളച്ച വെള്ളത്തിലാണ് വീട്. ഉം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കയ്യിൽ കാശില്ല ഒന്ന്. രണ്ടാമത് കാശില്ലാത്തതിന്റെ കാര്യം ഒന്ന് അറിയാൻ പാടില്ലാത്ത പണിയൊക്കെ ചെയ്ത് ആകെ തലവേദന പിടിച്ചു. കാരണം സിനിമയാണ്. സിനിമയിൽ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അറിയേണ്ടത് എപ്പോഴും വളരെ സുന്ദരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കിട്ടുന്നത്. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഉദാഹരണത്തിന് 10 കോടി മുടക്കി ഒരു സിനിമ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വിശ്വസിച്ച് ഒരു 5 കോടി മുടക്കി 7 കോടി മുടക്കി എന്ന് വിചാരിച്ചു. പിന്നെ അവർ പറയുകയാണ് ഇനി ഒരു 8 കോടി കൂടി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും ഭാര്യയുടെ താലിവാല പൊട്ടിച്ചോ വീട് പണയുമ്പോഴോ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം എന്താ, ഇത് പിന്നെ നമ്മളൊരു മോഹത്തിന്റെ പുറകെ ഓടുകയാണ്. കാരണം ഈ 15 കോടി ഒരു 4-5 കോടി കൂടി മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റ് ആവും. പ്രൊഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു 1-2 കോടി നഷ്ടം വന്നാലും ബാക്കി 10 കോടിയോ 12 കോടിയെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ പോവാണ്. അത് സിനിമയിൽ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് സിനിമയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് പക്ഷെ അങ്ങനെ മാത്രമല്ല, ഇത് പുറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് അത് ഉണ്ണി മുകുന്ദനും അതുപോലെ തന്നെ മറ്റേ വേറൊരു പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി, മാമാങ്കത്തിന്റെ ഒക്കെ പ്രൊഡ്യൂസർ. അവരെന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അഭിലാഷ് പിള്ളയും അഭിലാഷ് പിള്ളയെ തകർക്കണമെന്നുള്ള ഒരു ലക്ഷ്യമാണ്? അല്ല, അതെപ്പോഴും ഉണ്ട്, സിനിമാ രംഗത്ത് എപ്പോഴും ഉള്ളതാണ്. അതായത് ഈ അഭിലാഷ് പിള്ളയും മറ്റേ വിഷ്ണു ശശങ്കറും ഒക്കെ തന്നെ ഈ പുള്ളിയുടെ കൂടെ നടന്നിരുന്ന ആളാണ്. ആര്? സമാജം സ്റ്റാർ ആയിട്ടുള്ള ഉണ്ണി മുകുന്ദന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, സിനിമ വളരെ കൃത്യമായി കീനായി ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അറിയാം, ഒരു നടൻ എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും ഒരു വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ്. കാരണം അയാളുടെ ചുറ്റും നിൽക്കുന്ന നിരവധി എഴുത്തുകാർ അതുപോലെ തന്നെ സംവിധായകർ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഫഹദ് ഫാസിലിന് അത്തരത്തിലുള്ളൊരു എഴുത്തുകാരും ഗ്രൂപ്പും ഉണ്ട്. നമ്മുടെ അമൽദീനത്ത് മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ആളുകൾ എന്തുണ്ട്, അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. മനസ്സിലായോ? കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള ടീമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ടീം പലപ്പോഴും ഇവർക്ക് വേണ്ടി തന്നെ തിരക്കഥകൾ എഴുതുകയും ഇവർ തന്നെ അത് മിക്കവാറും പ്രൊഡ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഷാഡോ പ്രൊഡ്യൂസറായി നിന്നുകൊണ്ട് വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുകയൊക്കെയാണ് ചെയ്യണത്. അല്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതപ്പോൾ ഒരു സംഘികൾ തമ്മിലുള്ള ഒരു അടിയാണ്. തീർച്ചയായിട്ടും അത് രാധാകൃഷ്ണന്റെ മരുമോനും അല്ല, അതിലൊന്നും കഥയില്ല. രാധാകൃഷ്ണൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല. പക്ഷേ ആ പയ്യൻ ഞാൻ കേട്ടത് പ്രകാരം അവന്റെ കല്യാണത്തിന് എനിക്ക് ആ സമയത്ത് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേട്ടത് പ്രകാരം അവൻ കുറച്ചുകൂടി മാന്യനായിട്ടുള്ള മനുഷ്യനാണ്, ഈ വിഷ്ണു ശശിശങ്കർ എന്നൊക്കെ പറയാം. പിന്നെ ഈ വേണു കുന്നംപിള്ളിയും അതുപോലെ തന്നെ ഈ പറയുന്ന മുരളിയും ഒക്കെ പറയുന്നത് ഇവർക്കാർക്ക് സിനിമ എടുക്കാൻ അറിയില്ലതാണ്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർക്കാർക്ക് സിനിമ എടുക്കാൻ പറയില്ല. പകരം വിജയിച്ച എല്ലാ ചിത്രങ്ങളും ഉണ്ണി മുകുന്ദനാണ് സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞാൽ വിജയിക്കാത്ത ചിത്രങ്ങൾ ഉണ്ണി മുകുന്ദനല്ല കേട്ടോ. മനസ്സിലായ? ഇപ്പൊ മറ്റേ എന്തോ ഒരു ബോയ്സ് ഒക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. സത്യം പറഞ്ഞ ഉണ്ണീനെ കണ്ട ഞാൻ കാശ് തിരിച്ചു മേടിക്കുമെന്ന് വിചാരിക്കുന്നത്. എന്താണ് മറ്റേ എന്തോ ഒരു ഈ നിഖില വിമലും ഉണ്ണിയും കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ, എന്തോ ഒരു കുട്ടി ഉണ്ടാകുന്ന ഒരു കുട്ടികളുണ്ടാകുന്ന ഒരു സിനിമ, അങ്ങനെ എന്താണ്ട് ഒരു സിനിമയൊക്കെ. അതൊക്കെ ഇല്ല, ഞാൻ ഫോറം മാളിൽ പോയി വലിയ കാശ് കൊടുത്താണ് കണ്ടത്. അപ്പോൾ ആ സിനിമയൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് ഉണ്ണിയല്ല സംവിധാനം ചെയ്തത്. പക്ഷേ മാളികപ്പുറം ഉണ്ണിയാണ് സംവിധാനം ചെയ്തതെന്ന് പറയണം. മാളികപ്പുറം ഉണ്ണിയാണ് സംവിധാനം ചെയ്തതെന്ന് പറയാൻ തന്നെ ശരിക്കും ഉണ്ണിക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അതൊരു ഭയങ്കര നല്ല സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് മറ്റു ചില സാഹചര്യങ്ങൾ കേരളത്തിലുള്ളത് കൊണ്ട് അത് അങ്ങോട്ട് വിജയിച്ചു പോയി എന്നുള്ളതാണ്. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് അത് ഗംഭീര സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചെല്ലാം തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താ, ഇവരുടെ കൂടെ നിന്നിരുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർ പോയിട്ട് വേറൊരു ഗ്രൂപ്പ് ആവുന്നു. ആ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ വേണു, ഈ പറയുന്ന ഇയാളുടെ പേരെന്താ, മുരളിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അപ്പം മുരളിക്ക് വേണ്ടി സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വാചകങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. അതെനിക്ക് തോന്നിയത് അഭിലാഷ് പിള്ള ഒന്ന് അത്രയും ഗംഭീരമായി സംസാരിച്ചപ്പോഴാണ്. ഇനി മുരളി ചെയ്യേണ്ട അടുത്തൊരു കാര്യമുണ്ട്. മുരളി ഇത്രയും കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞ ഒരാളാണ്. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ബിസിനസ് തകർന്നു പോവുകയും ഒന്നും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്ത. അല്ല, എനിക്കത് മാത്രമല്ല, എനിക്കത് ലാസ്റ്റത്തേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരാള് മരിക്കാൻ പോകുന്ന ഒരാളാണ്. അയാൾ പറയുന്നത് ഞാനാകെ തകർന്നിരിക്കുകയാണ്, പക്ഷെ എനിക്ക് ഭാര്യയോടും മക്കളോടും ഇപ്പം ജീവിച്ച് കൊതി തീർന്നില്ല, പക്ഷെ മരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നത് അയാൾ നന്നായിട്ടാണ് അവതരിപ്പിച്ചേക്കണത്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അയാളുടെ ഒരു മരണമൊഴിയായിട്ട് എടുത്ത് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് പറയാനാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ അതിൻ്റെ എൻ്റെ എത്തിയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് നിങ്ങളാരും മദ്യപിക്കരുതെന്നൊക്കെയാണ്.
അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇദ്ദേഹത്തെ കണ്ട് ആരെങ്കിലും മദ്യപാനം നിർത്തി കേരളത്തിലുള്ള ആളുകൾ കുടിയെ നിർത്തി എന്ന് വിചാരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരാൾ പറയുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയം തോന്നി. പക്ഷെ അതിനുശേഷമാണ് അഭിലാഷ് പിള്ള പത്രസമ്മേളനം വരാം. പത്രസമ്മേളനത്തിൽ അഭിലാഷ് പിള്ളക്ക് നിരവധി കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിച്ചത് കൂടാതെ അതൊക്കെ പണമില്ലാതെയാണ് ആളുകൾ സിനിമയ്ക്ക് എടുക്കണം. നമ്മുടെ നാട്ടിൽ ഒരു അബദ്ധ ധാരണയാണ്. ഞങ്ങൾ അറിയേണ്ടത് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ, ഫ്ലാറ്റ് പണിയാൻ പണം വേണോ? വേണ്ട. ഇപ്പൊ റെറയൊക്കെ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഫ്ലാറ്റ് ബിൽഡേഴ്സ് മിക്കവാറും ഒരു 5 പൈസ ഇല്ലാതെ പ്രൊജക്ട് സിനിമയെ അതുപോലെ തന്നെയാണ്. ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആദ്യത്തെ ചായ കുടിക്കാനും ഊണ് കഴിക്കാനും ഒക്കെ ഉള്ള കാശ് മതി. ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ രതീഷ് ചക്രവാണിക്ക് ഒരു ഡേറ്റ് എഴുതി തരികയാണ്. 45 ദിവസത്തേക്ക് 50 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഡേറ്റ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ പാഡിൽ എഴുതി തന്നാൽ എനിക്ക് നാളെ രാവിലെ സിനിമ എടുക്കാം. കാരണം പിന്നെ എനിക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? അല്ലാതെ ആരാണ് സിനിമ എടുക്കുന്ന കാശ് വെച്ചിട്ട്? ഇപ്പൊ സുരേഷ് കുമാർ മുതൽ ഈ പറഞ്ഞ പോലെ ആൻഡോ ജോസഫ് വെള്ളപ്പുരി മുതൽ എവിടെയാണ് സിനിമ എടുക്കുന്നത്? ആൻഡോ ജോസഫ് ഇപ്പൊ എടുക്കുന്ന പാട്രിയോട്ടിന് അത് 100 കോടി രൂപ ചെലവെന്ന് പറയണം. 100 കോടി രൂപ എവിടെ കയ്യിൽ ആൻഡോ ജോസഫിന്റെ? അതൊക്കെ ഇതൊക്കെ ഇത് ഫ്രണ്ടിൽ നിന്ന് മോഹൻലാലായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞ് 2 ഫോട്ടോ എടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം വരും. കാരണം ഈ സിനിമ എന്ന് പറയുന്നതിന് ഒരു ഗാംബ്ലിംഗ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? സാധാരണ ഒരു ബിസിനസ്സിനും നമ്മളിപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സിനും ഒരു 10 രൂപ നമ്മൾ അല്ലെങ്കിൽ 1000 രൂപ മുടക്കിയിട്ട് നമുക്കൊരു 10% അല്ലെങ്കിൽ 15% കൂടി വന്ന് 20% ബിസിനസ് പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 30% പ്രോഫിറ്റ് വരാം. സിനിമയുടെ കേസിൽ അങ്ങനെയല്ല. സിനിമയുടെ കേസിൽ നിങ്ങൾ 20 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 100 കോടിയായിട്ട് തിരിച്ച് കിട്ടാം. അങ്ങനെയുള്ള ബിസിനസ്സിനെല്ലാം എന്ത് കുറവായിരിക്കും? ഈ പറയുന്ന സക്സസ് റേറ്റ് കുറവായിരിക്കും. അതൊരു ഗ്യാംബ്ലിംഗ് കൂടിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പണിയാണ്. മനസ്സിലായോ? അത്തരം കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സുരേഷ് കുമാറൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ പടങ്ങൾ എടുത്തിട്ട് അതെന്ത് ചെയ്യും? വിൽക്കുന്നു. എന്താ മറ്റേ മറ്റേ എന്തോ ഒരു സിനിമ എടുത്തല്ലോ പുള്ളി, മറ്റേ റീമേക്ക് ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? മറ്റേ നമ്മുടെ ഈ പുള്ളിക്കാരിയെ വെച്ചിട്ട് ഇപ്പം AMMയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ശ്വേതാമേനൊക്കെ വെച്ചിട്ട് ഒരു സിനിമ എടുത്തില്ലേ? അപ്പോൾ അതുപോലെയുള്ള സിനിമകളൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി മനസ്സിലായി. ഇനി ഈ രംഗം തന്നെ തട്ടിപ്പാണ്. പാവം ഷക്കീലയെ വിളിച്ചിട്ട് ഇവരെന്ത് ചോദിച്ചു? ഒരു സിനിമയ്ക്ക് വേണ്ടി വിളിക്കും. എന്നിട്ട് ഷക്കീലയുടെ കുറേ ഷോട്ടുകൾ 40-45 ദിവസം ഷൂട്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ആ കാശും കൊടുക്കൂല. ലാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 4 സിനിമയായിട്ട് ഒരു പുറത്തിറക്കും. അപ്പോൾ ഇത് സിനിമാ രംഗമൊന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കേസിലേക്ക് തിരിച്ചു വന്നാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മുരളി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മുരളിയോട് പറയാനുള്ളത്, നിങ്ങൾ കേരള സമൂഹത്തെ പറ്റിക്കാണ് ചെയ്തേക്കണമെന്നാണ് ഇപ്പോൾ നമ്മുടെ തോന്നൽ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അടിയന്തരമായി പറയുന്നത്, ഒരു ലൈവായിട്ടുള്ള ഓഡിറ്റിങ്ങിന്, പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കാന്ന് പറഞ്ഞേക്കുന്ന കണക്കുകൾ, നിങ്ങൾ കണക്കുകൾ കൃത്യമായിട്ട് അത് തയ്യാറാവൂല. എന്താ അതിന്റെ അടുത്ത കാര്യം എന്നറിയോ? ഈ സിനിമയിലെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഒരിക്കലും ലഭ്യമാകില്ല. കാരണം എന്താ? നിങ്ങൾ ഇപ്പൊ ഒരു താരത്തിന് കാശ് കൊടുക്കുന്നു. താരത്തിന് 15 കോടി അല്ലെങ്കിൽ 20 കോടിയാണ് കാശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 5 കോടി ഇവിടെ കണക്കി കാണിക്കും, ബാക്കി 15 കോടി ഗൾഫിൽ തന്നാൽ മതി എന്ന് പറയും. അപ്പൊ എവിടെ കണക്കി കാണിക്കും? ഇതങ്ങനെയൊക്കെ തന്നെ നടന്നു പോകുന്ന ഒരു രംഗമാണ്. മനസ്സിലായ? ആ രംഗത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നായകൻ, ആ നായകൻ്റെ പേരിന് ചുറ്റുമാണ് ഈ പറയുന്ന പോലെ ഒരു ബിസിനസ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നായകൻ വിചാരിക്കുന്നത് പോലെ ആ സിനിമ നടക്കുള്ളൂ, അതിലെ കാസ്റ്റിംഗ് നടക്കുള്ളൂ, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപൂർവം ചില ആളുകളെ സംബന്ധിച്ചോളം, ഇപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരിധി വരെ IV ശശിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്കൊരു മാർക്കറ്റുണ്ട്, സംവിധായകർക്ക്. നേരത്തെ അത് നിങ്ങൾ അറിയേണ്ടത്, സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രൊഡക്ഷൻ ഹൗസിന് ആ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ഞിലാസ് പോലെയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള പോലെയുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നവോദയ അപ്പച്ചൻ പോലെയുള്ള ആളുകൾക്ക് പ്രൊഡക്ഷൻ ഹൗസിനുണ്ടായിരുന്നു. ആ പ്രൊഡക്ഷൻ ഹൗസിന് മാറിയിട്ട് ഇതൊരു താരങ്ങൾ സെൻട്രിക് ആയിട്ടുള്ള രംഗമാണ്. അപ്പോൾ ആ താരങ്ങൾ സെൻട്രിക് ആയിട്ടുള്ള രംഗത്ത് അവരവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി കൂട്ടിപ്പിടിച്ച ആളുകളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെല്ലാവരും കൂടി വേറെ സ്ഥലത്തേക്ക് പോയി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, എങ്ങനെയെന്ന് അറിയാമോ? അവർ നശിച്ചു പോയി. ഇതിപ്പോ എനിക്ക് തോന്നണത് സുമതി വളവൊക്കെ വലിയ കുഴപ്പമില്ലാതെ വിജയിച്ചു എന്ന് തോന്നിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അല്ല, പക്ഷേ അതിൽ അദ്ദേഹം പറയുന്നത് വിജയിച്ചില്ലെന്നാണ് പറയുന്നത്, നഷ്ടമാണെന്ന്. വിജയിച്ചു എന്നൊക്കെ പറയണം, മിക്ക സിനിമകളും വിജയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചുമ്മാതെ ഈ പറയുന്ന 100 കോടി ചുമ്മാതെയാണ് ഈ കേക്ക് കട്ടിങ്ങും. കേക്ക് കട്ടിംഗ് ഒക്കെ എന്തിനാന്ന് പറഞ്ഞുതരാം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ആ കേക്ക് കട്ടിംഗ് മുഴുവൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് കട്ടിംഗ് ചെയ്താലേ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം 1000 രൂപ കൊടുത്ത് 1500 കൊടുത്ത കേക്ക് കിട്ടും. ആ കേക്ക് മേടിച്ച് കട്ട് ചെയ്താൽ ഇവർക്ക് സന്തോഷവും. കാരണം ചെറിയ ചിലവ് മുതൽ മുടക്കിൽ വലിയ ലാഭം കൊയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ ഉദാഹരണത്തിന് ഞാനും താങ്കളും കൂടി ഒരു സിനിമ എടുത്തു. ഞാൻ അതിൻ്റെ നിർമ്മാതാവാണ്, താങ്കൾ സംവിധായകനാണ്.
നമ്മൾ രണ്ടുപേരും കൂടി സിനിമ എടുത്തു എന്ന് വിചാരിക്കും. സിനിമ എന്ത് ചെയ്തു 3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് തിയേറ്ററിൽ കളിക്കൂലത്. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഒന്ന് ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ട് കാശ് കൊടുത്ത് ഹോൾഡ് ചെയ്യിപ്പിക്കണം. ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ തിയേറ്ററിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കേക്ക് കട്ടിങ് സെറിമണി എടുത്തു. എന്നിട്ട് കേക്ക് കട്ടിങ് സെറിമണി എടുത്തിട്ട് നമ്മൾ പറയുന്നു സിനിമ ഭയങ്കര വിജയമെന്ന് പറയുന്നു. വിജയമാണെന്ന് പറഞ്ഞ ഒരു ഗുണമുണ്ട്. എന്താ കാര്യം? എനിക്ക് വീണ്ടും അടുത്ത സിനിമക്കുള്ള ഫിനാൻസ് കിട്ടും. താങ്കളുടെ മാർക്കറ്റും എന്ത് ചെയ്യും, വർദ്ധിക്കും. അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും. ഒരു മിനിമം ക്വാളിറ്റി ഉള്ള സിനിമയ്ക്ക് മാത്രമല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനും കഴിയുള്ളൂ. മിനിമം ക്വാളിറ്റി ഉള്ള സിനിമയ്ക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ നമ്മൾ തോന്നും. പക്ഷെ ഇത് ഈ നാട്ടില് ഈ പറയുന്ന കാശും വെച്ചുകൊണ്ട് ഇവരൊക്കെ ആയിട്ടൊന്ന് പരിചയം ഉണ്ടെങ്കിൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത് നിന്നാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് നടികളോട് എന്ത് ചെയ്താൽ മതി, ഒന്ന് നിന്ന് ഫോട്ടോ എടുത്താൽ മതി, പിന്നെ മറ്റു പലതും ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെയൊക്കെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ഇതിലേക്ക് ചാടിക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പം നിങ്ങളൊരു വലിയ കാശുണ്ടാക്കിയിട്ട് അങ്ങ് മരിച്ചു പോകണമെന്ന് വിചാരിച്ചു, നിങ്ങൾ ആരും അറിയില്ല, നിങ്ങളുടെ പത്രത്തിൽ പടം വരില്ല. അതേസമയം നിങ്ങൾ ഒരു ബുക്ക് എഴുതിയെന്ന് വിചാരിച്ചു, എല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഗോസ്റ്റ് റൈറ്റിംഗ് എടുത്ത് ഒരു ബുക്ക് എഴുതും, ബുക്ക് എഴുതിയിട്ട് എന്ത് ആത്മഹത്യ എഴുതി പ്രശ്നം. അപ്പോൾ ഇയാളുടെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പറയാം ഇന്ന ബുക്കുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ പ്രൊഡ്യൂസറാന്ന് വെച്ചോ, നിങ്ങൾക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടും. മനസ്സിലായോ? നിങ്ങൾ ആ സിനിമയുടെ പ്രൊഡക്ഷനിലൊക്കെ വന്നിരിക്കുന്നു, അതിൻ്റെ ഡയലോഗ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. ഇതുപോലെയുള്ള വീക്ക്നെസ്സുകൾ പലർക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പം പാവം ഗോകുലം ഗോപാലൻ ചേട്ടൻ തന്നെ ഞാൻ അന്തിച്ചു പോയി ശരിക്കും. എത്രയോ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് അതിന് വെറുതെ ഇപ്പൊ ഈ നമ്മുടെ സിനിമയുടെ ഒരു ക്രേസ് ഉണ്ടായിരുന്നല്ലോ ചെറുപ്പം. അല്ല, ക്രേസിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നതല്ല, അല്ല പറഞ്ഞു വന്ന കാര്യതല്ല. ഞാൻ പറഞ്ഞു വന്നത് ഗോകുലം ഗോപാലൻ ചേട്ടൻ അദ്ദേഹം നിർമ്മിച്ച എന്തോരം സിനിമകളിൽ വേണമെങ്കിലും അഭിനയിക്കായിരുന്നു. അദ്ദേഹം അഭിനയിച്ചില്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹം വന്ന് അഭിനയിക്കുന്നത് ഭബബ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഊറും മോശം വേഷം അദ്ദേഹം വന്ന് അഭിനയിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇമേജ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നന്നായിട്ടൊക്കെ ആളുകൾ ബഹുമാനിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, അപ്പം ചീത്തയേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം അഭിനയിക്കും. മോഹൻലാലും അതുപോലെ തന്നെ ദിലീപ് ഉള്ളവിടെ ആശാനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കിറ്റക് സാബുവിൻ്റെ കാര്യത്തിലും. അദ്ദേഹത്തിന് നല്ല പേരുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്, നല്ല ബുദ്ധിയുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും പുള്ളി കുറേ കോമഡിക്കാരെയൊക്കെ വെച്ച് സ്ഥാനാർത്ഥി ആയിക്കിട്ട് പുള്ളി കലാഭവനോട് മത്സരിച്ച്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് പേരുണ്ടായി. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന പൊതുജനത്തിൻ്റെ അടുത്തോട്ട് ത്രെഡിൽ അറിയാതെയാണെങ്കിലും വീഡിയോ വിട്ടിട്ടുള്ള മുരളി കുന്നംപുറത്ത് യഥാർത്ഥത്തിൽ എടപ്പള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ പറയുന്ന സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ വേണ്ടി കണക്കുകൾ പുറത്തേക്ക് വിടണം. പിന്നെ വിട്ടാൽ ഇവർക്ക് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവരൊന്നും അത് വിടുമെന്ന് വിചാരിക്കുന്നില്ല.